കർക്കിടക മാസത്തിൽ ശരീരപുഷ്ടിക്കും രോഗപ്രതിരോധ ശേഷിക്കുമായി ഉപയോഗിക്കുന്ന പത്തിലകളിൽ പ്രധാനിയായ മത്തനില കൊണ്ട് നമുക്കിന്നൊരു നാടൻ തോരൻ ഉണ്ടാക്കിയാലോ? ഇലയുടെ കൂടെ ആൺപൂക്കളും തോരനായി ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്. മത്തൻ വള്ളിയിൽ നിന്നും അധികം മൂപ്പത്താത്ത ഇലകളും തണ്ടുകളുമാണ് തോരനായി എടുക്കുന്നത്. ഇലയും തണ്ടുകളും വൃത്തിയാക്കുമ്പോൾ അവയുടെ പുറത്തെ നേർത്ത നാരുകൾ ശ്രദ്ധിച്ച് നീക്കം ചെയ്യണം. ഈ വല പോലുള്ള നാരുകൾ നീക്കം ചെയ്യാതെയും തോരൻ വെക്കുന്നവരുണ്ട്. നമ്മുടെ പറമ്പിലെ ഇലകളാണെങ്കിലും കുറച്ചുനേരം ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നത് പൊതുവെ ഇവയിൽ കാണാറുള്ള അഴുക്കുകളും വിഷാംശങ്ങളും കളയാൻ സഹായിക്കും. ശേഷം ഇലകളും തണ്ടുകളും പൂവും ചേർത്ത് പിടിച്ച് നന്നായി അരിഞ്ഞെടുക്കുക. ഞാനിവിടെ തോരൻ ചട്ടിയിലാണ് വെക്കുന്നത്. ഈ ഇലയ്ക്ക് അധികം വേവില്ല. ചൂടായ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും ഇട്ട് പൊട്ടിച്ച് ചെറുതായി അരിഞ്ഞ ഒരു പിടി കൊച്ചുള്ളി വഴറ്റിയതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലകൾ ഇട്ടിളക്കിയ ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ശേഷം അരപ്പിട്ട് ഇലകൾ കൊണ്ട് പൊതിഞ്ഞ് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വെച്ച് അരപ്പിന്റെ പച്ചമണം കളഞ്ഞെടുക്കാം. ശേഷം ഇവ നന്നായി ചേർത്തിളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ നാടൻ മത്തയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ തോരന്റെ കൂടെ നല്ലൊരു ചമ്മന്തിയും കുറച്ച് കട്ടത്തൈരും പിന്നെ നല്ല മുരിഞ്ഞ സിലോപ്പിയ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ എന്റെ പൊന്നേ, ഈ ചൂട് ചോറിൽ ഇതൊക്കെ കൂടി ഒരു പിടി പിടിക്കണം. ഒരു രക്ഷയുമില്ലാത്ത കോമ്പിനേഷനാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ. താങ്ക് യു.